നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തന്റെ തട്ടകത്തിലെ കലാപൂരം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ കിരീട നേട്ടത്തിനായി ഇഞ്ചോടിഞ്ച് പോര്. 922 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. ശക്തമായ പോരാട്ടം നടത്തുന്ന തൃശൂർ രണ്ടാമതും കോഴിക്കോട് മൂന്നാമതും. ഞായറാഴ്ചത്തെ മത്സരഫലങ്ങൾ സ്വർണ്ണ കിരീട നേട്ടത്തിൽ നിർണായകമാകും. സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ മുഖ്യാതിഥിയാകും. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി രണ്ടാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്ക്. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യമാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ട് RMP കൗൺസിലർമാരാണ് യോഗത്തിൽ പ്രതിഷേധിച്ചത്. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. ശക്തന്റെ തട്ടകത്തിലെ കലാപൂരം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ കിരീട നേട്ടത്തിനായി ഇഞ്ചോടിഞ്ച് മത്സരം തുടരുകയാണ്. മേളയുടെ ആദ്യ ദിവസം മുതൽ തന്നെ പോയിന്റ് നിലയിൽ മുന്നിലുണ്ടായിരുന്ന കണ്ണൂർ തന്നെയാണ് ഏറ്റവും അവസാനം വിവരം ലഭിക്കുമ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളത്. 922 പോയിന്റുമായിട്ടാണ് കണ്ണൂരിന്റെ കുതിപ്പ്. 915 പോയിന്റുമായി ആതിഥേയരും കഴിഞ്ഞ തവണത്തെ കിരീട ജേതാക്കളുമായ തൃശൂർ കടുത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. 912 പോയിന്റുമായി കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ പാലക്കാട് മൂന്നാം സ്ഥാനത്തുണ്ട്. ഇന്ന് രാത്രി വരുന്ന മത്സരഫലങ്ങളും നാളെ ഉച്ചവരെയുള്ള ഫലങ്ങളും സ്വർണ്ണ കിരീട ജേതാക്കളെ നിശ്ചയിക്കും. സമീപ വർഷങ്ങളായി കണ്ടുവരുന്ന അവസാന ദിവസത്തെ ഫോട്ടോ ഫിനിഷിംഗ് ട്രെൻഡ് തന്നെ വന്നാൽ ഇക്കുറിയും നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളാണ് പോയിന്റ് നിലയിൽ മുന്നിലുള്ള ജില്ലകൾക്ക് ഉണ്ടാവുക. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരക്ക് കണക്കിലെടുത്ത് നാളെ പ്രത്യേക സുരക്ഷാ ക്രമീകരണമാണ് പോലീസും സംഘാടകരും ചേർന്ന് ഒരുക്കുന്നത്. ചടുല വേഗത്തിന്റെ കോൽക്കളി മത്സരം കാണികൾക്ക് വിരുന്നായി. സംസ്ഥാന തലമായതിനാൽ മത്സരത്തിന് വീറും വാശിയും ഒട്ടും കുറവുണ്ടായില്ല. ഇരുന്നും തടുത്തും ചവിട്ടിച്ചുറ്റി മറിഞ്ഞടിച്ച് മാറിക്കളിച്ച് മറുപുറം ചാഞ്ഞാടി കാണികളെ ഹരം കൊള്ളിച്ച് ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം. ഓരോ ടീമും വട്ടക്കോലിലാരംഭിച്ച് ചെറുകളിയിലൂടെ മുറക്കത്തിലെത്തി അടക്കത്താളത്തിൽ അവസാനിപ്പിച്ചപ്പോൾ കാണികൾ ഹർഷാരവം മുഴക്കി. കളരിപ്പയറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ചിട്ടകളും മുറകളുമുള്ള മാപ്പിളകലയാണ് കോൽക്കളി. ചടുലമായ താളത്തിനൊപ്പം മെയ്വഴക്കവും കൂടി ചേരുമ്പോഴാണ് ഈ ഇനം പൂർണ്ണതയിലെത്തുന്നത്. ബൈമലക്കുത്ത്, ഒഴിച്ചിലി, മുട്ട്, അകംതിരി, മറിഞ്ഞടി, മിനിക്കളി തുടങ്ങിയ പ്രധാന ചുവടുകളിലായിരുന്നു ടീമുകൾ പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ പല സംഘങ്ങളും ഇത്തവണ തനത് ശൈലിയിൽ നിന്ന് മാറ്റം വരുത്തിയതായി കാണികൾ അഭിപ്രായപ്പെട്ടു. വേദി 11-ലായിരുന്നു മത്സരം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കേണ്ട മത്സരം വൈകിട്ട് 5 മണിക്കാണ് തുടങ്ങിയത്. എന്നാൽ ഇതൊന്നും ആസ്വാദകരുടെ എണ്ണത്തെ ബാധിച്ചില്ല. നിറഞ്ഞ സദസ്സിന് മുമ്പിലായിരുന്നു വേദിയിൽ ഓരോ സംഘങ്ങളും നിറഞ്ഞാടിയത്. പ്രതീക്ഷകൾ കാത്ത് അരങ്ങിലെത്തിയ 16 ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കോൽക്കളിയിൽ 3.5 പതിറ്റാണ്ടിന്റെ പരിശീലന മികവ് അവകാശപ്പെടാനുണ്ട് മജീദ് കടമേരി ഗുരുക്കൾക്ക്. തനത് ശൈലിയുടെ വക്താവായ ഗുരുക്കൾക്ക് ശിഷ്യഗണങ്ങളും ഏറെയാണ്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ഒൻപതാം ക്ലാസ് മുതൽ ആരംഭിച്ചതാണ് മജീദിന്റെ കോൽക്കളിയുമായുള്ള ചങ്ങാത്തം. മത്സരാർത്ഥിയും പരിശീലകനും ദശകങ്ങൾ പിന്നിടുന്ന ഗുരുക്കൾ കേരളത്തിൽ ഈ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ്, മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ആദരവ് എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട്.
കുട്ടിക്കാലത്ത് തുടങ്ങിയ കോൽക്കളിയോടുള്ള പ്രണയത്തിന്റെ തീവ്രമായ ഒരു ഇഞ്ച് പോലും കൈവിടാതെ നിലനിർത്താനാകുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ കോൽക്കളിയോടുള്ള അടങ്ങാത്ത ദാഹം തന്നെയാണെന്ന് മജീദ് ഗുരുക്കൾ പറഞ്ഞു. 28 വർഷമായി ഞങ്ങൾ കലോത്സവത്തിൽ, അതായത് സംസ്ഥാന കലോത്സവത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 35 വർഷത്തോളമായി ഞാൻ ഈ കലാഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ആ ബാലപാഠം എൻ്റെ അമ്മാവനിൽ നിന്നാണ്. പിന്നെ നിരവധി ഗുരുക്കന്മാരിൽ നിന്ന് കോൽക്കളി അഭ്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടാണ് ഞങ്ങളിപ്പോൾ മത്സരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട തുടങ്ങിയ സ്കൂളുകളിലെയും കാലിക്കറ്റ് കുസാറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും CBSE മത്സരത്തിലും മജീദിന്റെ ശിഷ്യഗണങ്ങൾ കോൽക്കളികൾ മാറ്റുരയ്ക്കാറുണ്ട്. നാദാപുരത്തെ കോൽക്കളി ഗുരുക്കളായ അമ്മാവൻ അബ്ദുള്ള ഹാജിയിൽ നിന്നാണ് ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. OK അഹമ്മദ് ഗുരുക്കൾ, കല്ലേരിയിലെ മൊയ്തീൻ ഗുരുക്കൾ എന്നിവരാണ് പ്രധാന ഗുരുക്കന്മാർ. ഇത്തവണ തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായാണ് തൃശൂർ കലോത്സവത്തിന് മജീദ് എത്തുന്നത്. കോൽക്കളിയുടെ തനത് ശൈലിയിൽ നിന്ന് കൃത്രിമമായി മാറ്റം വരുത്തുന്നതായും പരമ്പരാഗതമായി തലമുറകൾ കൈമാറ്റം ചെയ്തുവരുന്ന ഈ കലയെ ഇല്ലാതാക്കാനേ ഇത് കാരണമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവ ഓർമ്മകളുമായി മറിമായ മുണ്ണി. 28 വർഷക്കാലം കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ പരിശീലകൻ ആയിരുന്നുവെന്നും 20 വർഷക്കാലം സംവിധാനം ചെയ്ത നാടകത്തിന് 1ാം സ്ഥാനം ലഭിച്ചതായും അദ്ദേഹം CCTVയോട് പറഞ്ഞു. കഴിഞ്ഞ 6 വർഷക്കാലം സിനിമാ തിരക്ക് മൂലം കലോത്സവ വേദികളിൽ എത്തുവാൻ കഴിഞ്ഞില്ല. താൻ ഈ നിലയിൽ എത്തിയത് കലോത്സവത്തിലൂടെയാണ്. കലാമേളയിൽ നാടകം, നൃത്തം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും മറിമായ മുണ്ണി CCTVയോട് പറഞ്ഞു. ഈ യാത്ര തുടരണം. ഇത് +2 കലോത്സവം നാടകം നടക്കുന്നത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. നിങ്ങൾ ഒരുപാട് വിസ്മയിപ്പിക്കുന്ന അഭിനയ പ്രതിഭകളാണ് നമ്മൾ കാണുകയായി. നിങ്ങളെ അഭിനയം നമ്മൾ കാണാം. മൈമ ആയാലും നൃത്തത്തിൽ നമ്മൾ കണ്ടത് പോലീസ് യൂണിഫോമിലിട്ട് ഒരു പെണ്ണ് നൃത്തം ചെയ്ത് ഭയങ്കര അത്ഭുതം ഉണ്ടാകുക. അടിപൊളിയാ. മാറ്റങ്ങൾ ഉണ്ടാവണം. അല്ലാണ്ട് പണ്ട് നമ്മൾ ചെയ്തു വെച്ചു അതേപോലെ പകർത്തതല്ല. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അവിടെ കലക്ക് ഭയങ്കരമായ ഒരു ഇതുണ്ടാവുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവണം. ഓരോ മാറ്റങ്ങളിലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത് ഇഷ്ടമാണ്, അടിപൊളിയാണ്. ആഘോഷാവട്ടെ കലോത്സവം. ആശയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ശ്രദ്ധ നേടി മോണാക്ട് വേദി. നിറഞ്ഞ സദസ്സിന് മുൻപിലാണ് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെയും മോണാക്ട് മത്സരം അരങ്ങേറിയത്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാമൂഹിക പ്രസക്തിയുള്ള ആനുകാലിക വിഷയങ്ങളാണ് മത്സരാർത്ഥികൾ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത്. ട്രാൻസ്ജെൻഡറുകൾക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും വർഗീയതയും, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ പഹൽഗാം ആക്രമണവും, റേറ്റിംഗിന് വേണ്ടിയുള്ള മാധ്യമ മത്സരങ്ങളും, ലഹരിയും, കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമെല്ലാം കാണികളുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലാണ് മത്സരാർത്ഥികൾ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. കുട്ടികളുടെ അഭിനയ മികവിനെ നിറഞ്ഞ കയ്യടികളോടെ കാണികൾ പ്രോത്സാഹിപ്പിച്ചു. പ്രശസ്ത കലാകാരൻ കലാഭവൻ നൌഷാദ് പരിശീലിപ്പിച്ച 10 കുട്ടികൾ മോണോ ആക്ട് വേദിയിൽ മത്സരിച്ചതാണ് എടുത്തു പറയാവുന്ന പ്രത്യേകത. 10 ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ 6 ജില്ലകളിൽ നിന്നുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരും ഉണ്ടായില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൃശ്ശൂർ ജില്ലയിലത്തെ വിധികർത്താക്കളെ കുറിച്ചുള്ള തമാശകൾ ഇതിലുണ്ട്. അതെ അത് ചിലപ്പോൾ ഇപ്പോൾ ഈ വർഷം വന്നിട്ടില്ല. മുൻ വർഷങ്ങളിൽ ആൺകുട്ടികൾ ചെയ്യുന്ന വിഷയം പിറ്റേ ദിവസത്തെ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. കാലിക പ്രസക്തിയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് കലാഭവൻ നൌഷാദ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് പുതിയ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. അഭിനയ മികവിലും പെൺകുട്ടികളായിരുന്നു മുന്നിൽ. പോലീസിൽ, ജ്വല്ലറിയിൽ, ടെക്സ്റ്റൈൽസിൽ, സർക്കാർ ഓഫീസിൽ അങ്ങനെ പെണ്ണുങ്ങൾ ചെല്ലുന്ന എല്ലാ തൊഴിലുകളും ഞങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു മിഷനും പൊട്ടിച്ചു കളയാനാവില്ല. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ്
മോണോക്ട് വേദിയിൽ പ്രതിഫലിച്ചത്. പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. മാധ്യമങ്ങൾക്കെതിരെയും ഇടയ്ക്കൊക്കെ വിമർശനമാകാം. റേറ്റിംഗിന് വേണ്ടി മാത്രം വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെയും നവസാമൂഹിക മാധ്യമങ്ങളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മോണാക്ട് വേദിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ച് മാധവ് ശങ്കർ ശ്രദ്ധ നേടി. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാധവ് ശങ്കർ. മാധ്യമ മത്സരങ്ങളുടെയും റേറ്റിംഗിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്റെയും ഇരകളായിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചകളും മാധ്യമമേഖലയിൽ ഇന്നനുഭവപ്പെടുന്ന മൂല്യച്യുതിയുമാണ് മാധവ് ശങ്കർ ഹൈസ്കൂൾ വിഭാഗം മോണാക്ട് വേദിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. സത്യസന്ധമായ മാധ്യമപ്രവർത്തനം സമൂഹത്തിന് അനിവാര്യമാണെന്ന് അഭിപ്രായമുള്ള മാധവ് ശങ്കർ മാധ്യമലോകത്തെ അനഭിലഷണീയമായ ചില പ്രവണതകളെ തുറന്നു കാട്ടിയിരിക്കുന്നു. റേറ്റിംഗിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച ഒരു കൊച്ചുമിടുക്കനാണ് എന്നോടൊപ്പമുള്ളത്. മാധവ് ശങ്കറാണ് മോണോക്ട് വേദിയിൽ താരമായി മാറിയത്. എന്താണ് ഈ മോണോക്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോർ എന്ന് പറയുന്നത് ജേർണലിസവും മീഡിയ ആണെന്ന് ഞങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ മീഡിയ അപ്പോൾ ഫാക്ട്സിനെ പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യണമെന്നും അതിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്കെതിരെയായിട്ടാണ് ഈ മോണാക്ട് അവതരിപ്പിക്കുന്നത്. വാർത്തകൾ കച്ചവടച്ചാക്കാക്കി മാറ്റുന്ന വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്കും നേരിനും വേണ്ടി മാത്രം നിലനിന്നിരുന്ന മാധ്യമ കാലഘട്ടം തിരിച്ചു വരണമെന്നാണ് മാധവ് ശങ്കർ അഭിപ്രായപ്പെടുന്നത്. ഇത് ജില്ലയിൽ വേറൊരു സാധനമായിരുന്നു. സ്റ്റേറ്റിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയം എടുക്കാമെന്ന് കലാഭവൻ നൗഷാദ് മാഷ് പറഞ്ഞുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ആശയം മാഷാണ് തിരഞ്ഞെടുത്തത്? അതെ അതെ. പിന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു. കാരണം ഇതിപ്പോൾ ആവശ്യമുള്ളൊരു വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതം മൂളി. മാധ്യമങ്ങളെ ആക്ഷേപിച്ചതല്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള നല്ല മാധ്യമങ്ങളും നല്ല ജേർണലിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കലയെ വളച്ചൊടിക്കുന്നവരെയാണ് ഇതിൽ അപമാനിക്കുന്നത്. അപ്പോൾ നല്ല ജേർണലിസ്റ്റുകൾക്കൊന്നും ഇതിൽ മോശം തോന്നാനുള്ള ഒരു സംഭവമില്ല ഇതിൽ. മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ കടന്നുകയറ്റത്തെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്നുണ്ട് മാധവ് ശങ്കർ. നമസ്കാരം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കൽ രാഷ്ട്രീയക്കാരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. കഷ്ടം. പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം. കാണികളിൽ ചിരിപടർത്തിയ അഭിനയ മികവിനെ നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. അഭിനന്ദിക്കാൻ എത്തിയവരിൽ ഭൂരിഭാഗവും മാധ്യമപ്രവർത്തകരായിരുന്നു എന്നതും മാധവ് ശങ്കറിന്റെ അവതരണ മികവിന് ലഭിച്ച അംഗീകാരമാണ്. കലാഭവൻ നൗഷാദ് പരിശീലകനാണ്. എന്നാലല്ലേ റേറ്റിംഗ് കൂടി മനസ്സാനെ. റേറ്റിംഗിന് വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന നവമാധ്യമ സംസ്കാരം. നേരാ. പണ്ട് കവലകളിലെ ചായക്കടകളിൽ ഒരു കൈയിൽ ചുടു ചായയും മറുകൈയിൽ പത്രവുമേന്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. സംസ്ഥാന കലോത്സവം മോണാക്ട് മത്സരത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് പിരിയാരി കൈമുക്കിൽ ശ്യാം ശങ്കർ നിഷാ ദമ്പതികളുടെ മകനാണ്. മാളവിക സഹോദരിയുമാണ്. എല്ലാവരെയും വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കും ഇടയ്ക്ക് ഒരു വിമർശനം അനിവാര്യമാണ്. എന്തായാലും മികച്ച പ്രകടനമാണ് മാധവ് ശങ്കർ കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. മോണാക്ട് വേദിയിൽ ട്രാൻസ്ജെൻഡറുകളുടെ ശബ്ദമായി മാറി മായ സാജൻ. അഭിനന്ദിക്കാനെത്തി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ. കൈ ഞാൻ വെട്ടും. നൊന്തു പെറ്റമ്മയ്ക്കും ജന്മം നൽകിയ തന്തയ്ക്കും വേണ്ടാത്ത ഈ മനുഷ്യക്കോലങ്ങളെ എനിക്ക് വേണം. കൂടെ കിടത്തി കാമം തീർക്കാനല്ല സാറേ, ആരോട് ചേർത്ത് സാന്ത്വനം പകരാനാ. അതിനൊന്ന് യാരടി മദർ തെരേസയോ അതോ മഹാത്മാഗാന്ധിയോ? രണ്ടുമല്ല. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിലാണ് മായ സാജൻ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന ദുരനുഭവങ്ങൾ കാണികളുമായി പങ്കുവച്ചത്. ട്രാൻസ്ജെൻഡറുകളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും തഴയപ്പെടേണ്ടവരും ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ലെന്നും ചേർത്തുപിടിക്കേണ്ടവരാണെന്നും ഓർമ്മപ്പെടുത്തിയത്. ആക്രമിക്കപ്പെടുന്ന ഇരയെ രക്ഷപ്പെടുത്തിയ ട്രാൻസ്ജെൻഡർ
സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. ആണല്ല പെണ്ണല്ലെന്നാരും കരുതേണ്ട, ആണിന്റെ കരമാണ് പെണ്ണിന്റെ മനമാണ്, സൃഷ്ടിക്കു കൈപ്പിഴ പറ്റിയെന്നാൽ മുഷ്ടി ചുരുട്ടി എറിഞ്ഞിടും പാരിൽ. മായാസാജനിലൂടെ എന്നെ തന്നെയാണ് കണ്ടതെന്ന് അഭിനന്ദിക്കാനെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ അങ്കമാലി പറഞ്ഞു. കാരണം മായ അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പലപ്പോഴും അവതരിപ്പിക്കുന്നത് കോമഡി വൽക്കരിച്ചുകൊണ്ടാണ്. അതിനകത്ത് ഒരു തരി പോലും ചേരാതെ, കോമഡി ചേരാതെ ആ ഒറിജിനാലിറ്റിയെ കൊണ്ടുവരാൻ മായയ്ക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മായ ഞാനായിട്ട് ജീവിക്കുമായിരുന്നു ആ വേദിയിൽ. മായയുടെ ശരീരത്തിലൂടെയും മായയുടെ ശബ്ദത്തിലൂടെയും എനിക്ക് പറയാനുള്ളതാണ് മായ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. പലപ്പോഴും എനിക്ക് പറയാൻ മറന്നുപോയത് അല്ലെങ്കിൽ പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങളാണ് മായ ഇന്ന വേദിയിൽ അവതരിപ്പിച്ചത്. പാലക്കാട് ചെറുപ്പുളശ്ശേരി തൂത പുത്തൻവീട്ടിൽ സാജൻ രശ്മി ദമ്പതികളുടെ മകളായ മായ തൃക്കടിയിൽ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തീമും അതിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ വേണം എന്ന് പറഞ്ഞത് അച്ഛനാണ് തീം. ആ തീമാണ് നിനക്ക് ഇപ്രാവശ്യം ബെസ്റ്റ് ആവുക എന്നുള്ളത് അച്ഛനാണ് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ സാറും അതിനെ ബൂസ്റ്റ് ചെയ്തു, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്യണതിൻ്റെ ഇടയിൽ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. അവരും കുറേ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. കലാഭവൻ നൌഷാദാണ് പരിശീലകൻ. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ MTയുടെ 7 കഥാപാത്രങ്ങളെ മോണോ ആക്ടിൽ അവതരിപ്പിച്ച് A ഗ്രേഡ് നേടിയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിൽ A ഗ്രേഡ് സ്വന്തമാക്കിയ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അമൽന സൈമണെ ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ VS നവനീതിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുൻ കൗൺസിലർമാരായ OKR മണികണ്ഠൻ, CS സൂരജ്, അർബൻ ബാങ്ക് ഡയറക്ടർ AK ഷൈമിൽ, ഷമീർ ഗാന്ധിനഗർ, ജയൻ മാസ്റ്റർ മുണ്ടൂർ എന്നിവർ പങ്കെടുത്തു. കലോത്സവ നഗരിയിൽ അനശ്വര നടൻ ജയൻ എത്തി. ചായവണ്ടിയുമായിട്ടായിരുന്നു ജയൻ തേക്കിൻകാട്ടിലേക്ക് എത്തിയത്. RJ ഹാരിസ് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട്. ജയന്റെ തനത് ശൈലിയിലുള്ള വേഷവിധാനവും നടത്തവും സംഭാഷണവുമായി വടൂക്കര സ്വദേശി അഷ്റഫ് ജയനാണ് ജയൻ വേഷത്തിൽ ചായവിൽപ്പനയ്ക്കായി കലോത്സവ നഗരിയിലെത്തിയത്. ജയൻ എത്തിയതോടെ കുട്ടികളും അധ്യാപകരും കാണികളും അദ്ദേഹത്തിന് ചുറ്റും കൂടി. സിനിമാ സ്റ്റൈലിലുള്ള നടത്തവും കൈവീശിയുള്ള അഭിവാദനവും എല്ലാവരെയും രസിപ്പിച്ചു. കണ്ടുനിന്നവർ സെൽഫി എടുത്ത് ചായയും കുടിച്ചാണ് മടങ്ങിയത്. സെൽഫി എടുക്കാൻ വലിയ തിരക്കായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി തൃശൂർ പരിസരത്ത് അഷ്റഫ് ജയന്റെ വേഷത്തിൽ ചായ വിൽപ്പന നടത്തുന്നുണ്ട്. പ്രവാസിയായ അഷ്റഫ് കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ രീതിയിൽ കച്ചവടം തുടങ്ങുവാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഗൾഫ് പ്രവാസിയായിരുന്നു. കൊറോണ സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ജയൻ സാറിൻ്റെ വേഷം ഇട്ട് ചായ കച്ചവടത്തിന് ഇറങ്ങിയത്. അപ്പോഴാണ് എൻ്റെ ചായ കച്ചവടം ചിലവായത്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഗൾഫിൽ കുബൂസ് പാക്ക് ചെയ്ത് തന്നെ. ഇപ്പോൾ ജയൻ സാറ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജയൻ സാറാണ്. അതായത് വിമർശിക്കുന്നവർ അവിടെ കിടന്ന് വിമർശിക്കട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. കലയും തൊഴിലും, അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. തുടക്കത്തിൽ വലിയ പരിഹാസമുണ്ടായെങ്കിലും പിന്നീട് അതെല്ലാം മാറി. ചെറിയ ചായക്കച്ചവടം ഉഷാറായി. കടുത്ത ജയനാരാധകനായ അഷ്റഫ് തനിക്ക് പിറന്ന ഇരട്ടക്കുട്ടികളായ മക്കൾക്ക് ജയൻ സീമ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. നിലവിൽ ചായ വിൽപ്പന മാത്രമല്ല, കല്യാണങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും അഷ്റഫ് ജയൻ നിത്യസാന്നിധ്യമാണ്. ചങ്ങരകുളം താടിപ്പടിയിലുണ്ടായ അപകടത്തിൽ സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കേണ്ട വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാറ് ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. അണ്ടത്തോട് സ്വദേശിയും കോക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റസീൻ, പൊന്നാനി BM സ്വദേശി അനിരുദ്ധൻ, ബൈക്ക് യാത്രികൻ എന്നിവർക്കാണ് പരിക്ക്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മാപ്പിളപ്പാട്ട് വിഭാഗത്തിലും വട്ടപ്പാട്ട്, ദേശഭക്തി ഗാനം, ഗാനമേള എന്നീ വിഭാഗങ്ങളിലും പങ്കെടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു റസീൻ. മറ്റു വാർത്തകൾ. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി 2ാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ശനിയാഴ്ച രാവിലെ 6:59 അപകടമുണ്ടായത്. 7 മണിക്കാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കേരള ലൈൻസ് ബസ്സും
കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മാരുതി എർട്ടിഗ കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശികളായ സുഫി, ഹസനോർ, അബ്ദുൽ ഖാദർ, അബ്ദുള്ള, അബ്ബാസ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കാന്തപുരം സംസ്ഥയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞ് വരുന്നവരാണ്. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കുപറ്റിയിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാത്രി 11 മുതൽ രാവിലെ 7 വരെയുള്ള സമയത്തിനുള്ളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. സിഗ്നൽ ലൈറ്റിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെന്ററിന് മുമ്പായി വേഗത കുറയ്ക്കാനുള്ള സൂചനാ സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളും പൊതുപ്രവർത്തകരായ ഷറഫു പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ അമ്പുകൾ ഇവിടെ സ്ഥാപിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ സിഗ്നൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് അനാസ്ഥകൾ ഈ നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. ഈ 2 വളവുകളിലും സൂചനാ ലൈറ്റുകളില്ല. കൂടാതെ സ്പീഡ് ബ്രേക്കർ ചെറിയൊരു ഹമ്പുകൾ 2 മുസ്ലിം പള്ളിയുടെ ബെൻഡിലായിട്ടും രണ്ടാമത് ആ ഹോട്ടലിന്റെ സൈഡിലായിട്ടും അത്യാവശ്യമാണ്. ഇതില്ലാത്തടത്തോളം കാലം പിന്നെ 24 മണിക്കൂർ സിഗ്നൽ സംവിധാനം ഉണ്ടാവുക. ഇതിപ്പോ രാവിലെ 7 മണി മുതൽ തുടങ്ങുന്നുള്ളൂ. വൈകിട്ട് 11 മണിക്ക് വന്നിരിക്കാൻ നിർത്താതിന് ശേഷം രാവിലെ 7 മണി വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ നിത്യവും സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃത നടപടി സ്വീകരിക്കാത്തതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കുക, റോഡുകളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുക, സൂചനാ സിഗ്നൽ ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥലം MLA AC മൊയ്തീനും നടപടിയെടുക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്ന് ആരോപിച്ചുമാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, സുനിൽ ചെറമനങ്ങാട്, റഫീഖ് ഐനിക്കുന്നത്ത്, രഞ്ജു താരു, CK സുബ്രഹ്മണ്യൻ, MP സിജോ, ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RMP കൗൺസിലർമാരാണ് യോഗത്തിൽ പ്രതിഷേധിച്ചത്. കൗൺസിൽ യോഗത്തിൽ 9ാം നമ്പർ അജണ്ടയായാണ് തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ കൗൺസിൽ സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട ഉൾപ്പെടുത്തിയിരുന്നത്. വിഷയത്തിൽ നടന്ന ചർച്ച നീണ്ടതോടെ യോഗാധ്യക്ഷയായ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഇടപെടുകയായിരുന്നു. മറ്റ് അജണ്ടകളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് RMP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് ചർച്ചയ്ക്ക് സമയമനുവദിക്കുകയായിരുന്നു. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സുഭിക്ഷ ഹോട്ടലിൽ ഊണിന് 20 രൂപയിൽ നിന്നും 30 രൂപയാക്കിയ നടപടി കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് ഷാജി ആലിക്കൽ പറഞ്ഞു. ഊണിന്റെ വിലവർധന സംബന്ധിച്ച അജണ്ട കഴിഞ്ഞ ഭരണസമിതിയുടെ യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ കൗൺസിൽ ഒറ്റക്കെട്ടായാണ് വില വർദ്ധിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നാണെന്നും ഷാജി ആലിക്കൽ പറഞ്ഞു. പത്രമാധ്യമങ്ങൾ മുഴുവൻ എത്തിയിരിക്കുന്നത് 20 രൂപയാണ് സുരക്ഷയിൽ ചോറുന്നതാണ്. ഈ 30 രൂപ മേടിക്കുമ്പോൾ അത് കൗൺസിൽ അറിയണ്ടേ? എങ്ങനെ നഷ്ടം വരുന്നത്? ഇവിടെ കൂടാതെ സ്പെഷ്യലുകളുണ്ട്.
ബീഫായാലും ചിക്കനായാലും മസാല ദോശ ആയാലും അതിനൊക്കെ തിരക്കില്ലാത്ത പൈസ വാങ്ങുന്നുണ്ട്. പിന്നെ 20 രൂപയുടെ ചോറ് ഈ തീരെ ഒരു ഗതിയില്ലാത്ത ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ വിധ 10 രൂപ കൂട്ടിയിട്ട് ആ 10 രൂപ കൂട്ടി അത് അറിയണ്ട, കൗൺസിൽ അറിയണ്ട. നിരക്ക് വർദ്ധിപ്പിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഉത്തരവുണ്ടായിരുന്നെന്നും ഇത് പാലിക്കാതിരുന്നാൽ സുഭിക്ഷയ്ക്ക് ലഭിക്കുന്ന സബ്സിഡി മുടങ്ങുന്ന സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പാക്കുകയാണ് ഉണ്ടായതെന്നും ചെയർപേഴ്സണും സെക്രട്ടറിയും വിശദീകരിച്ചു. സുഭിക്ഷയിലെ പൈസ കൂട്ടിയില്ലെങ്കിൽ സബ്സിഡി നമുക്ക് സാധാരണ സബ്സിഡി കൂടിയാണ് കൂടി കിട്ടിയിട്ടാണ് സുഭിക്ഷ ഹോട്ടൽ നടന്നു പോകുന്നത്. അപ്പം അതിൽ സിവിൽ സപ്ലൈസ് നമ്മൾ സർക്കാർ ഉത്തരവ് നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്സിഡി അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുഭിക്ഷയിൽ വില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കറി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ല രീതിയിൽ സുഭിക്ഷ പോകുന്നത്. എന്നാൽ കൗൺസിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവർത്തിച്ചു. നഗരസഭയിലെ ദ്രവ്യമാലിന്യ സംസ്കരണ DPRകൾ പരിശോധിച്ച് നടപ്പാക്കാൻ കൗൺസിൽ സമിതി രൂപീകരിക്കും. ഹരിതകർമ്മസേനയിൽ ഒരു വാർഡിന് 2 പേരായി നിജപ്പെടുത്തി. നഗരസഭാ പരിധിയിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി ലേലം ചെയ്ത് ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. കുന്നംകുളത്തെ കാർബൺ എമിഷൻ രഹിത നഗരസഭയാകും. നഗരസഭയിൽ ആധുനിക അറവുശാല നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ സാങ്കേതിക സംവിധാനം ഉറപ്പുവരുത്താനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരത്തിലെ നിരീക്ഷണ ക്യാമറകളുടെ വാർഷിക അറ്റകുറ്റപ്പണി കരാർ നടപടികൾ ഉടൻ പൂർത്തീകരിക്കും. 600 ചതുരശ്ര അടിയിൽ താഴെയുള്ള വീടുകൾക്ക് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിശോധിക്കും. അദാനി വാതക പൈപ്പ് ലൈനിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുമെന്നും വിവിധ കൗൺസിലർമാർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയായി ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ ലബീബ് ഹസൻ, ഗീതാ ശശി, റീജ സലീൽ, സോമൻ ചെറുകുന്ന്, PK ബിനീഷ്, AS ശ്രീജിത്ത്, രേഷ്മ സുനിൽ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. കണ്ണിനും കാതിനും വിരുന്നായി കണ്ണേങ്കാവ് പൂരം. പ്രസിദ്ധമായ മൂക്കുതല ശ്രീ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഉത്സവ പ്രേമികൾക്ക് അവിസ്മരണീയാനുഭവമായി. രാവിലെ 3 മുതൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. ധാരികവധം പാട്ട്, പറന്നിറപ്പ്, പഞ്ചാരിമേളം, നാദസ്വരം, ഉച്ചയ്ക്ക് കണ്ണേങ്കാവിൽ നിന്ന് മേലേക്കാവിലേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, തുടർന്ന് ശുഗപുരം രഞ്ജിത്ത് നയിച്ച മേളം എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 3-ന് ആരംഭിച്ച കരിങ്കാളിക്കൂട്ടങ്ങൾ കാണുവാൻ ക്ഷേത്രമൈതാനത്ത് ജനസഹസ്രങ്ങൾ നിറഞ്ഞു. 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം 3ഓളം കമ്മിറ്റിയുടെ വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് ആവേശമായി. ശബ്ദവർണ്ണവിസ്മയം ഹൃത്തടങ്ങളിലേക്ക് ഏറ്റുവാങ്ങാൻ സംസ്ഥാന വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ആവേശത്തിമിർപ്പിന്റെ കരിമരുന്ന് കാഴ്ച ആസ്വാദകർക്ക് അനിർവചനീയമായ അനുഭവമായി. രാത്രിയിൽ പ്രാദേശിക കമ്മിറ്റിക്കാരുടെ DJ ലൈറ്റിന്റെ അകമ്പടിയോടെ തമ്പോലം, നാസിക് ഡോൾ, പൂക്കാവടി, ബാൻഡ് സെറ്റ് എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റേകി. പൂരത്തലേന്ന് വാണിഭ്യത്തിനും വൻ തിരക്കായിരുന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ മണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫെബ്രുവരി 10-11 തീയതികളിൽ തൃപ്രയാറിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. TCV ടവർ TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പ്രകാശനം നിർവഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി P ആന്റണി, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, COA ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി പെരുമണ്ണ് സ്വദേശി പ്രദീപാണ് ലോഗോ തയ്യാറാക്കിയത്. പെരുമ്പ്ലാവ് അക്കിക്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ കുന്നംകുളം ഭാഗത്തുനിന്ന് ഓയിലുമായി വന്നിരുന്ന പിക്കപ്പ് വാനിലിടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട വാനിൽ നിന്നും ഓയിൽ റോഡിൽ ഒഴുകിയതിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഇത് നീക്കം ചെയ്തത്. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ SK പ്രസാദ്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ K ഷിബു, K ശരവണൻ, K അശ്വിൻ, മോഹൻദാസ്, മജീദ് എന്നിവർ നേതൃത്വം നൽകി.
വേദിയെ പ്രകമ്പനം കൊള്ളിച്ച് ഞൊടിയിടയിൽ ഉഗ്രരൂപിണിയായി മാറുന്ന രക്തരക്ഷസിനെ നെഞ്ചേറ്റി നാടക ആസ്വാദകർ. സാങ്കേതിക തികവിന്റെ സഹായത്തോടെ സിനിമയോട് കിടപിടിക്കുന്ന കലാനിലയത്തിന്റെ മാസ്റ്റർ പീസായ രക്തരക്ഷസ് എന്ന നാടകം കാണികൾക്ക് സമ്മാനിക്കുന്നത് അത്യപൂർവമായ അനുഭവമാണ്. രണ്ട് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്തെത്തിയ കലാനിലയത്തിന്റെ രക്തരക്ഷസ് പുതു തലമുറയുള്ളവരിൽ ആശ്ചര്യവും അത്ഭുതവും അമ്പരപ്പുമാണ് സൃഷ്ടിക്കുന്നത്. മലയാള നാടകവേദിയിൽ ചരിത്രം സൃഷ്ടിച്ച കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകം ജനുവരി 2 മുതൽ കുന്നംകുളത്ത് പ്രദർശനം ആരംഭിച്ച് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നു വരികയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് നാടകപ്രേമികളാണ് ഇതിനകം നാടകം കണ്ട് ആസ്വദിച്ചത്. 5 പതിറ്റാണ്ട് മുൻപ് അവതരണം തുടങ്ങിയ നാടകം ഇന്നും പുതുമ ചോരാതെ സാങ്കേതിക സംവിധാനങ്ങളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് കാണികളിൽ വിസ്മയം തീർത്തത്. ശനിയാഴ്ച രാവിലെ 10:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 500ഓളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകർക്കുമായി നാടകത്തിന്റെ സ്പെഷ്യൽ ഷോയുടെ അവതരണം നടന്നു. പ്രദർശനം കണ്ടിറങ്ങിയ വിദ്യാർത്ഥികൾക്കെല്ലാം കിടിലം എന്നൊരൊറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേടി തോന്നി, എന്നാലും പേടി തോന്നിയെങ്കിലും നാടകത്തിന്റെ സെറ്റിംഗ്സ്, ശബ്ദ വെളിച്ച സംവിധാനങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയവ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നുവെന്നാണ് കുട്ടികളുടെ പക്ഷം. സ്റ്റേജിന്റെ ആ ഒരു ഇത് ഭയങ്കര ഇതായിരുന്നു. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യില്ല അതിങ്ങനെ ആയിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു. സ്റ്റേജ് ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും നമ്മൾ അതിനകത്തുള്ള ഒരാളായിട്ട് തോന്നിച്ചു. നല്ല ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. കണ്ടതിൽ വെച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പുതിയൊരു അറിവ് പോലത്തെ ഒരു പടം നാടകം. നല്ല ഇഷ്ടമായി. പിന്നെ നല്ലോണം പേടിക്കണ്ടായിരുന്നു. പെട്ടെന്നല്ല വന്നത്. ഒന്നൊരു പ്രതീക്ഷിക്കാത്ത ഒരു രീതിക്ക് എല്ലാം ഞെട്ടികളായിരുന്നു. ഒരു സിനിമ എന്ന ഒരു രീതിയിൽ തന്നെ കണ്ടു. നല്ല രസമായിരുന്നു. ഈ ഒരു നാടകം കണ്ടപ്പോൾ ആകെ ഒരു പേടി വന്നു. പിന്നെ കുറച്ച് കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അത് യക്ഷി വരുമ്പോൾ പേടിക്കും. നല്ല സൗണ്ട് എഫക്റ്റ് അടിപൊളിയാ. പിന്നെ ലൈറ്റ്സ് അടിപൊളിയാ. എല്ലാം അടിപൊളിയാ. ഉള്ളടക്കത്തിലും അവതരണത്തിലും ധാരാളം പുതുമകളുമായാണ് രക്തരക്ഷസ് വീണ്ടും എത്തിയിട്ടുള്ളത്. ഞൊടിയിടയിൽ മാറിമറിയുന്ന സെറ്റിംഗ്സുകൾ, വിമാനവും കാറും കൊടുങ്കാറ്റും വെള്ളച്ചാട്ടവും ബഹുനില മന്ദിരവും മനോഹരമായ ഉദ്യാനവും പിന്നെ കാണികളുടെ ചോര തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിൽ നിമിഷ നേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അതിഉഗ്രരൂപിണിയായ രക്തരക്ഷസിന്റെ രംഗപ്രവേശനവും പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന ദൃശ്യാനുഭവങ്ങളാണ് നാടകം സമ്മാനിക്കുന്നത്. വർഷമായി തുടർച്ചയായി വേദികളിൽ പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് മുൻ തലമുറകളെ പോലെ പുതുതലമുറയെയും ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ് നാടകത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായ അനന്ത പത്മനാഭൻ പറഞ്ഞു. ഏരിസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഏരിസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പോൾ നാടകം അവതരിപ്പിക്കുന്നത്. ലോക നാടക ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാടകത്തിന് 2ാം ഭാഗമുണ്ടാകാൻ പോകുന്നത് കലാനിലയത്തിന്റെ രക്തരക്ഷസിൽ കൂടിയായിരിക്കാം. ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1ന്റെ 2ാം ഭാഗം ചാപ്റ്റർ 2 അധികം വൈകാതെ തന്നെ അരങ്ങിൽ എത്തിക്കാനും പദ്ധതിയുള്ളതായി അനന്ത പത്മനാഭൻ വ്യക്തമാക്കി. 1973 മുതൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പണ്ടത്തെ ആൾക്കാർ. അപ്പം അവർക്ക് പഴയ പോലത്തെ നാടകം അതേപോലെ കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതേപോലെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ എങ്ങനെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും, അവരെ അത്ഭുതപ്പെടുത്താൻ എങ്ങനെ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ലോകത്തുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും അവരുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നൊരു കാലഘട്ടത്തിൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും പുതിയ തലമുറയിലുള്ള കുട്ടികൾ എന്ന വലിയൊരു ആശങ്കയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നുള്ള രീതിയിൽ. അതും ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായിരിക്കാം. അപ്പം ചാപ്റ്റർ 2വിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തു. കാരണം അതിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി. അപ്പം നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടണമല്ലോ. അപ്പോൾ പക്ഷേ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുമിച്ച് ഈ നാടകത്തിനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മികച്ച കാഴ്ചാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഈ നാടകം പ്രേക്ഷകപ്രീതിയുടെ ഗിരിശൃംഗങ്ങൾ കീഴടക്കി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ പോസ്റ്റൽ സബ് ഡിവിഷന്റെ കീഴിൽ കരിക്കാട് പോസ്റ്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കടവലൂർ പഞ്ചായത്ത് ഹാളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ആധാർ മേള നടത്തി. ഗുരുവായൂർ പോസ്റ്റൽ ഇൻസ്പെക്ടർ മഹേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കരിക്കാട് പോസ്റ്റ് മാസ്റ്റർ ജിഷ്മ അധ്യക്ഷയായി. ജീവനക്കാരായ VK സുരേഷ് കുമാർ, മെയിൽ ഓവർസിയർ ജയപ്രഭ, ലക്ഷ്മി, അഖിൽ, അഞ്ജന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
ജനുവരി 15-ന് ആരംഭിക്കാറുള്ള തിരുത്തിക്കാട് ബണ്ടിലേക്കുള്ള പമ്പിംഗ് ആരംഭിച്ചില്ല. തിങ്കളാഴ്ച MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. വ്യാഴാഴ്ച മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന പമ്പിംഗാണ് കർഷക കലണ്ടറിന് മാറ്റം വരുത്തി മാറ്റിവെച്ചത്. ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് തിങ്കളാഴ്ച 11-ന് മരാമത്ത് അതിഥി മന്ദിരത്തിൽ യോഗം ചേരും. AC മൊയ്തീൻ MLA അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 100 അടി തോടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശേഖരിച്ച് കൃഷിക്കാവശ്യമായ വെള്ളം ബണ്ടിൽ നിന്ന് തിരിച്ചുവിടുകയാണ് പതിവ്. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ പരന്നുകിടക്കുന്ന പാടശേഖരങ്ങളിലെ കർഷകരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പൊന്നാനി BM കെട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഈ മേഖലയിൽ ആയിരക്കണക്കിന് ഏക്കർ പാടത്ത് കൃഷി ചെയ്യുന്നത്. ആദ്യമായാണ് ജനുവരി 15-ന് പമ്പിംഗ് മുടങ്ങിയതെന്ന് കർഷകർ പറഞ്ഞു. പുഞ്ചകൃഷിക്കായി ശേഖരിച്ച് വെള്ളം തോട്ടിൽ തന്നെ കെട്ടിനിർത്തി ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാമെന്നാണ് പമ്പിംഗ് ഇപ്പോൾ വേണ്ടെന്ന് വാദിക്കുന്നവരുടെ പ്രതീക്ഷ. ബണ്ടിൽ വെള്ളം ശേഖരിച്ചിരിക്കുന്നില്ലെങ്കിൽ അത് ഈ മേഖലയിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ക്ഷാമമുണ്ടാക്കുമെന്ന് അഭിപ്രായമുണ്ട്. പമ്പിംഗ് മുടങ്ങിയത് മറ്റ് കൃഷികളെയും ബാധിക്കും. വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടോർ കാലപ്പഴക്കം കാരണം തുരുമ്പെടുത്തു. ഇത് മാറ്റാനുള്ള തീരുമാനം നടപ്പാക്കിയിട്ടില്ല. എരുമപ്പെട്ടി കോട്ടപ്പുറം സൗഹൃദ കലാകായിക സമിതി സംഘടിപ്പിക്കുന്ന മൾട്ടി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. സൗഹൃദ കലാകായിക സമിതിയിൽ നടക്കുന്ന ക്യാമ്പ് 17-ാം വാർഡ് മെമ്പർ MB വിജീഷ് ഉദ്ഘാടനം ചെയ്യും. സൗജന്യ നേത്ര, കേൾവി, രക്തസമ്മർദ്ദ, പ്രമേഹ പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 90 61 60 54 90, മറ്റൊരു നമ്പർ 98 47 77 05 63. എരുമപ്പെട്ടി കരിയന്നൂർ മസ്ജിദു തൗഹീദ് പള്ളിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് CCTV പ്രാദേശിക ചാനലിലൂടെ വൈകിട്ട് മുതൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ കരിയന്നൂരിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ് തൗഹീദിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ നിർവഹിക്കും. 1 വർഷം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സുലമി മുഖ്യാതിഥിയായിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷം ചേരുന്ന പൊതുസമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതരായ ഹുസൈൻ സലഫി, ഷാഫി സുബാഹി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ കാസിം ചൊവ്വലൂർപ്പടി അധ്യക്ഷത വഹിക്കും. മതപരമായ കർമ്മങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾക്കും പള്ളി കേന്ദ്രീകരിച്ച് തുടക്കമാകും. നിർധനർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സക്കാത്ത് സെൽ പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം നൽകുന്ന ഈദ് കിസ്വ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള വിദ്യാനിധി സ്കൂൾ കിറ്റ്, കൗൺസിലിംഗ് ഡെസ്ക്, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ കാസിം ചൊവ്വലൂർപ്പടി, ഖാജ സലഫി, സലാഹുദ്ദീൻ അൽ ഹിക്കമി, അഖീൽ ചൊവ്വലൂർപ്പടി, ബഷീർ വെള്ളറക്കാട്, ഹുസൈൻ കൊരട്ടിക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മതപരമായ കർമ്മങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾക്കും ഇതോടുകൂടി തുടക്കമാകും. നിർദ്ധരായ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ട്രീറ്റ് പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം നൽകുന്ന ഈദ് കിസ്വ, വിദ്യാനിധി സ്കൂൾ കിറ്റ്, കൗൺസിലിംഗ് ഡെസ്ക്, ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്നിവ ഉദ്ഘാടനം ചെയ്യുന്ന പള്ളി കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയ റക്ടറുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സുല്ലമി മുഖ്യാതിഥിയായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റ് സമ്മേളനം നടന്നു. മറ്റം കരീസ്മ പാലസിൽ നടന്ന സമ്മേളനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം AV ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ 75 വയസ്സ് പൂർത്തീകരിച്ച യൂണിറ്റ് അംഗങ്ങളെ പൊന്നാടയണിച്ച് ആദരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ചാൾസ് P വർഗീസ്, CP ഹരിനാരായണൻ, സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ, CP ആന്റണി, ബ്ലോക്ക് കമ്മിറ്റി അംഗം MP ഗിരിജ, ട്രഷറർ CO ലൂസി എന്നിവർ സംസാരിച്ചു. ഹരിനാരായണ മാസ്റ്റർ വരണാധികാരിയായി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുണ്ടായി. C നാരായണൻ പ്രസിഡന്റ്, സത്യപാലൻ മാസ്റ്റർ സെക്രട്ടറി, CO ലൂസി ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 21 അംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. ഗുരുവായൂർ മുതൽ സിഡ്നി വരെ ജോർജ് വിൽസൺ എന്ന പ്രവാസിയുടേത് അതിരുകൾ മായിച്ച എഴുത്തു ജീവിതമാണ്. വിഷ്ണു വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഗുരുവായൂരിലെ പുന്നത്തൂർ റോഡിലെ തറവാട്ടുമുറ്റത്തു നിന്നും ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. എന്നാൽ ആ ദൂരങ്ങൾക്കിടയിലും അക്ഷരങ്ങളെ കൂടെ കൂട്ടി പ്രവാസത്തിൻ്റെ നോവും ആനന്ദവും സാഹിത്യത്തിലേക്ക് പകർത്തിയ എഴുത്തുകാരനാണ് കുന്നംകുളം ആർത്താറ്റ് പ്ലസന്റ് വില്ലയിലെ ജോർജ് വിൽസൺ. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ട അക്കൗണ്ടന്റ് ഉദ്യോഗത്തിനിടയിലും സർഗാത്മകതയുടെ കണക്കുപുസ്തകം അദ്ദേഹം തെറ്റിച്ചില്ല. യുവത്വത്തിൻ്റെ ആവേശത്തിൽ ഗുരുവായൂരിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ജോർജ് വിൽസണിലെ എഴുത്തുകാരൻ ഉണർന്നിരുന്നു. 1964-70 കാലഘട്ടം. വെറും 18 വയസ്സ് മാത്രമുള്ളപ്പോൾ യൂത്ത് സംഘടന നടത്തിയ മത്സരത്തിൽ വൃദ്ധൻ എന്ന ചെറുകഥയിലൂടെ 1ാം സ്ഥാനം നേടിയാണ് അദ്ദേഹം വരവറിയിച്ചത്. 1969 മേരി വിജയം മാഗസിൻ നടത്തിയ അഖിലേന്ത്യാ തലത്തിലുള്ള മത്സരത്തിലെ വിജയം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 1970 ജോലി തേടി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുമ്പോഴും മനസ്സ് നിറയെ കഥകളായിരുന്നു. ഇതിൻ്റെ സാക്ഷ്യപത്രമാണ് 1971 തൻ്റെ 21ാം വയസ്സിൽ അദ്ദേഹം എഴുതിയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന ആദ്യ നാടകം. പ്രശസ്ത എഴുത്തുകാരൻ പുതൂർ ഉണ്ണികൃഷ്ണൻ ഇതിൻ്റെ തിരക്കഥാരചനയിൽ പങ്കാളിയായി എന്നത് ആ നാടകത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. എൻ്റെ കഥകളിൽ ഇതേമാതിരി ഞാൻ ആൾറെഡി ടോള് ഉയർത്തെഴുന്നേൽപ്പ് പോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലനടയിലും 2 തീമാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഭൗതികമായ ചിന്ത. ഇവർ പോയി ഗുരുവായൂർ പോയി ഒരു ഹസ്ബൻഡ് പോയി ഗുരുവായൂർ പോയി മക്കളില്ലാതെ പ്രാർത്ഥിക്കുകയാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർ വീട്ടിൽ വരുമ്പോൾ ഒരു കുട്ടീനെ അവർ കിട്ടുന്നു. ആ കുട്ടീനെ വളർത്തി വലുതാക്കി വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലാവുന്നു ഇവരുടെ തന്നെ റിലേഷനിൽ പെട്ട ഈ പെൺകുട്ടിയുടെ ചേട്ടത്തിയുടെ മകനാണ് ഈ കുട്ടി. അങ്ങനെ അവർ ചേട്ടനെ കണ്ടെത്തുന്നു. ചേട്ടനെ കണ്ടെത്തി ഇവർ വീണ്ടും ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പന് നന്ദി പറയുന്നതാണ് ഈ ഗുരുവായൂർ അമ്പലനടയിലെ തിരക്കഥ. 1973 ഇന്ത്യ ചൈന യുദ്ധത്തെ ആസ്പദമാക്കി രചിച്ച വിധി എന്ന കൃതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജീവിതം തേടി സൗദി അറേബ്യയിലേക്ക് പോയ ജോർജ് വിൽസൺ നീണ്ട 26 വർഷക്കാലം അവിടെ അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിച്ചു. മരുഭൂമിയിലെ ചൂടിലും അദ്ദേഹത്തിനുള്ളിലെ സർഗാത്മകത പാടിക്കരിഞ്ഞില്ല. മറിച്ച് പ്രവാസത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പുതിയ സൃഷ്ടികൾക്ക് വളമായി. പ്രവാസികളുടെ പച്ചയായ ജീവിതം പ്രമേയമാക്കി അദ്ദേഹം രചിച്ച പ്രവാസി സ്വപ്നങ്ങൾ എന്ന ഏകാംഗ നാടകം ഇതിനുദാഹരണമാണ്. 2004 പുറത്തിറങ്ങിയ മിന്നൽ പിണറുകൾ എന്ന കൃതിയും ഏറെ വായനക്കാരെ ആകർഷിച്ചിരുന്നു. ദി ബ്ലാക്ക് വുമൺ, ദി ഫെയ്ത്ത് തുടങ്ങി 3 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉൾപ്പെടെ 18ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറന്നു. ഞാൻ 18 പുസ്തകങ്ങൾ എഴുതി. 18 പുസ്തകങ്ങളിൽ എനിക്ക് വന്നത് ഒരു 5-6 നോവലുകളുണ്ട്. പിന്നെ ഒരു 2-4 ചെറുകഥ സമാഹാരങ്ങളുണ്ട്. ഒരു തിരക്കഥയുണ്ട്. ഒരു ഏകാംഗ സമാഹാരമുണ്ട്. പിന്നെ ഇംഗ്ലീഷിലെ ഒരു ഷോർട്ട് സ്റ്റോറി കമ്പാരിഷൻ ഉണ്ട്, ദി ബ്ലാക്ക് വുമൺ. ഒരു നോവലുണ്ട്, ദി ഫെയ്ത്ത്. വേറൊരു നോവലുണ്ട്, ദി കംഫർട്ട് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട്. അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ദി ഫെയ്ത്ത് എന്ന് പറയുന്ന നോവല് ബോംബെയിലുള്ള ഷേക്സ്പിയർ കമ്പനിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദി ബ്ലാക്ക് വുമൺ ചെറുകഥ സമാഹാരം അത് കൈരളി ബുക്സ് കണ്ണൂരാണ്. കൈരളി ബുക്സ് വേറെ 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എസ്തേർ എന്ന് പറഞ്ഞൊരു നോവല്. അത് ഒരു ഇസ്രായേലിൽ നടക്കുന്ന സംഭവത്തിന് അനുബന്ധിച്ചുള്ള ഒരു നോവലാണ് എസ്തേർ. 2010 60ാം വയസ്സിൽ സൗദിയിലെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം 2011 കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് ചേക്കേറി. എന്നാൽ എഴുത്തിൽ നിന്നും അദ്ദേഹം വിരമിച്ചില്ല. സിഡ്നിയിലെ പ്രവാസി കൂട്ടായ്മകൾക്കിടയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മെൽക്കിസെദക് എന്ന നാടകം അവിടെ അവതരിപ്പിച്ചു. നാട്ടിലെ പ്രസാധകർ വഴി ഇന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരം പാപ്പാത്തി ബുക്സ് പ്രസിദ്ധീകരിച്ച സീതാ സ്വയംവരം എന്ന നോവലും കൊല്ലം പ്രൗദ ബുക്സ് ജനുവരിയിൽ പുറത്തിറക്കുന്ന ബാറ്റ് കോർണറിലെ കൊലപാതകങ്ങൾ എന്ന ത്രില്ലർ കുറ്റാന്വേഷണ നോവലും ഇതിൽ ഏറ്റവും പുതിയതാണ്. കലയും സാഹിത്യവും നിറഞ്ഞ ഈ യാത്രയിൽ അദ്ദേഹത്തിന് കരുത്തായി കലാകാരിയായ ഭാര്യ ലിസിയും കൂടെയുണ്ട്. മകൾ ഡോക്ടർ ലിജിയും സിഡ്നിയിൽ വക്കീലായ മകൻ റെക്സ് ജോർജും അച്ഛൻ്റെ എഴുത്തുവഴികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. കണക്കുകളുടെ ലോകത്തു നിന്നും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിച്ച ജോർജ് വിൽസൺ പ്രായം തളർത്താത്ത ആവേശവുമായി സിഡ്നിയിലിരുന്ന് ഇന്നും പുതിയ കഥകൾ നെയ്യുകയാണ്. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ജനുവരി 11 നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി ദിവ്യബലിയും
തുടർന്ന് പ്രസിദ്ധന്തി വാഴ്ചയും രൂപക്കൂട് എഴുന്നള്ളിച്ചുവെക്കലും നടന്നു. തുടർന്ന് വാദ്യവിസ്മയം തീർത്ത പഞ്ചാരിമേളം അരങ്ങേറി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച 6:15 ഫാദർ സനീഷ് വടക്കൂട്ട് കാർമ്മികനായി ദിവ്യബലിയും 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ റോജർ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി 10 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ CJ വിൻസെന്റ് മാസ്റ്റർ, തോമസ് ടോമി, ജോബ് കണനായ്ക്കൽ, ജനറൽ കൺവീനർ ആൻഡോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകും. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറിന്റെയും മിസ്റ്റർ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ നടന്നുവരുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പ്രസിദ്ധന്തി വാഴ്ചയും തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. വേലൂർ ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജിയോ മാളിയേക്കൽ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുകയും സ്വിച്ച് ഓൺ കർമ്മം നടത്തുകയും ചെയ്തു. മേളപ്രേമികളുടെ മനം കവർന്ന തിരുമുറ്റവാദ്യവും അരങ്ങേറി. ശനിയാഴ്ച രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, രൂപമെഴുന്നള്ളിപ്പ് എന്നിവയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 11 മണിക്ക് വാദ്യമേളങ്ങളോടെ അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴയുമുണ്ടാകും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചൂണ്ടൽ പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും. തിരുവില്ലാമല സെന്റ് പോൾ ഗുരുകുലം സെമിനാരി റെക്ടർ ഫാദർ ബിനു പാറോക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4:30 ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണവിസ്മയം എന്നിവയും നടക്കും. വികാരി ഫാദർ ഷിൻഡോ പാറയിൽ, കൈക്കാരന്മാരായ റെനി ജോസ്, ജോയ് കെ ദേവസി, KT ജെയ്സൺ, ജനറൽ കൺവീനർ KJ റിൻഡോ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. മാർക്സിയൻ സൈദ്ധാന്തികനും കേരളത്തിലെ CPI സ്ഥാപക നേതാവുമായ C. ഉണ്ണിരാജയുടെ നാമധേയത്തിൽ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം രാജാജി മാത്യു തോമസിന് സമർപ്പിക്കും. ജനയുഗം പത്രത്തിന്റെ എഡിറ്ററും എഴുത്തുകാരനും CPI ദേശീയ കൗൺസിൽ അംഗവുമായ രാജാജി മാത്യു തോമസിനെ അരനൂറ്റാണ്ടിലേറെ കാലമായി മാർക്സിയൻ ആശയ രാഷ്ട്രീയ പ്രചരണ രംഗത്ത് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനമായി ജനുവരി 28 കുന്നംകുളം ചിറ്റഞ്ഞൂർ കോവിലകത്ത് വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. പഴയകാല കേരളത്തിന്റെ, പ്രത്യേകിച്ച് കുന്നംകുളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം അനാവരണം ചെയ്യുന്ന പുതിയ പുസ്തകം തിരുവനന്തപുരം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. കുന്നംകുളം സ്വദേശിയും പ്രമുഖ എഴുത്തുകാരനുമായ CRC തെക്കേപ്പുറം രചിച്ച ഈ കൃതി കോഴിക്കോട് മലയാളഭൂമി പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സുനിൽ മതിലകത്തിൽ നിന്നും സംഗീതജ്ഞൻ വിളക്കാട് രാജേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. കുന്നംകുളത്തിന്റെ തനിമയാർന്ന തൊഴിൽ മേഖലകളെയും സാധാരണക്കാരായ നസ്രാണി ജീവിതങ്ങളെയും അടയാളപ്പെടുത്തുന്നതാണ് പുസ്തകമെന്നും ഗ്രന്ഥകർത്താവായ CRC ചടങ്ങിൽ വിശദീകരിച്ചു. കുന്നംകുളത്തെ പഴയകാല ബുക്ക് ബൈൻഡിംഗ്, ഫോട്ടോ ഫ്രെയിം, വട്ടക്കണ്ണി നിർമ്മാണം, ചെമ്പുപാത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ ഏർപ്പെട്ടിരുന്നവരുടെ ജീവിതം പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. കുന്നംകുളം ഓർത്തഡോക്സ് നസ്രാണി സമൂഹത്തിലെ സാധാരണക്കാരുടെ കഥകളും അവരുടെ അതിജീവന പോരാട്ടങ്ങളുമാണ് പുസ്തകത്തിന്റെ പ്രമേയം. പുസ്തകോത്സവത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാടിന്റെ വിസ്തൃതിയിലാണ്ടുപോയ തൊഴിൽ സംസ്കാരത്തെയും മനുഷ്യജീവിതങ്ങളെയും വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഈ ഗ്രന്ഥമെന്ന് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കപ്പൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറകുളത്ത് താമസിക്കുന്ന കരിപ്പാപ്പറമ്പിൽ മോഹനെയാണ് തൊടുപുഴയിലെ ജോലി സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെ നടക്കും. ഭവാനിയാണ് ഭാര്യ, ശ്രുതി മകളാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,150 രൂപ. സ്വർണം പവന് 1,05,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ.
ചർമ്മം കടപ്പുറം വട്ടേക്കാട് സ്കൂളിന് പുറകുവശം താമസിക്കുന്ന പരേതനായ അണ്ടിപ്പാട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഭാര്യ സൈനബ നിര്യാതയായി 73 വയസ്സായിരുന്നു. കബറടക്കം വട്ടേക്കാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സുബൈർ, സൈനുദ്ദീൻ, ഷറഫുദ്ദീൻ, യൂസഫ് എന്നിവർ മക്കളാണ്. പഴഞ്ഞി സെന്റ് തോമസ് അങ്ങാടിയിൽ പുലിക്കോട്ടിൽ ലൂസി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. ജെയിംസ് ഭർത്താവാണ്. ജനീഷ, ജെറീഫ് എന്നിവർ മക്കളാണ്. കോട്ടപ്പടി EMS റോഡിൽ മണിക്കത്ത് വീട്ടിൽ മോഹനൻ നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശാന്ത ഭാര്യയാണ്. മനോഷ്, മഞ്ജുഷ, മനീഷ എന്നിവർ മക്കളാണ്. കടവല്ലൂർ വട്ടമാവ് പുല്ലാണിയിൽ പരേതനായ കോത ഭാര്യ അമ്മണി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. പരേതനായ ഉണ്ണികൃഷ്ണൻ, ഷാജി, ശശികുട്ടൻ, ഉഷ, രുക്മണി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മെയിൻ റോഡ് പുലിക്കോട്ടിൽ വറീദ് മകൻ വറീദ് കരിയാമ്പാറ നിര്യാതനായി 89 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഡഗ്ലസ്, ഡോളി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ശക്തന്റെ തട്ടകത്തിലെ കലാപൂരം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോര്. 922 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. ശക്തമായ പോരാട്ടം നടത്തുന്ന തൃശൂർ രണ്ടാമതും കോഴിക്കോട് മൂന്നാമതും. ഞായറാഴ്ചത്തെ മത്സരഫലങ്ങൾ സ്വർണ്ണക്കിരീട നേട്ടത്തിൽ നിർണായകമാകും. സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ മുഖ്യാതിഥിയാകും. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി 2ാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്ക്. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ട് RMP കൗൺസിലർമാരാണ് യോഗത്തിൽ പ്രതിഷേധിച്ചത്. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.